മോദി ട്രംപിനെ കണ്ടിട്ടും രക്ഷയില്ല. ഇത്തവണയും മനുഷ്യത്വം കാണിക്കാതെ അമേരിക്ക. രണ്ടാം വിമാനത്തിലും ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചെന്ന് റിപ്പോർട്ട്. അമേരിക്കയിലെ രണ്ടാമത്തെ ബാച്ച് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ എത്തിച്ചത് കൈയിലും കാലിലും വിലങ്ങണിയിച്ചെന്ന് റിപ്പോർട്ട്. പുരുഷന്മാരെയാണ് കൈവിലങ്ങണിയിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങ് അണിയിച്ചില്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 116 പേരടങ്ങുന്ന രണ്ടാമത്തെ വിമാനം അമൃത്സറിൽ ഇറങ്ങിയത്. യാത്രയിലുടനീളം ഞങ്ങളുടെ കാലുകൾ ചങ്ങലയിട്ടും കൈകൾ ബന്ധിക്കുകയും ചെയ്തുവെന്ന് ഇവർ ആരോപിച്ചു. നാടുകടത്തപ്പെട്ടവരുടെ ആദ്യ ബാച്ചും സമാനമായ പരാതികൾ ഉന്നയിച്ചിരുന്നു. നാടുകടത്തപ്പെട്ടവരുടെ രണ്ടാമത്തെ ബാച്ചിൽ പഞ്ചാബിൽ നിന്നുള്ള 65 പേരും ഹരിയാനയിൽ നിന്നുള്ള 33 പേരും ഗുജറാത്തിൽ നിന്നുള്ള 8 പേരും ഉത്തർപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പേർ വീതവും ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തിയും ഉൾപ്പെടുന്നു. യുഎസിലേക്ക് കൊണ്ടുപോയത് അപകടകരമായ ഡങ്കി റൂട്ട് വഴിയാണെന്ന് പലരും പറഞ്ഞു. ഇന്നലെ എത്തിയവരിൽ ഭൂരിഭാഗം പേരും 18നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇന്ന് 157 അനധികൃത കുടിയേറ്റക്കാരുമായുള്ള വിമാനം അമൃത്സറിലെത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വിമാനം അമൃത്സറിൽ ഇറക്കുന്നതിനെതിരെ പഞ്ചാബ് സർക്കാർ രംഗത്ത് വന്നിരുന്നു. പഞ്ചാബിനെയും പഞ്ചാബികളെയും അപകീർത്തിപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വിമർശിച്ചിരുന്നു. ഫെബ്രുവരി 5-നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 104 അനധികൃത കുടിയേറ്റക്കാരുമായുള്ള ആദ്യഘട്ട US സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിലാണ് എത്തിയത്. അന്നും അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചു കൊണ്ടുവന്നതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചാൽ ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അനധികൃത കുടിയേറ്റം തടയാൻ നടപടി സ്വീകരിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ആളുകളെ കൈവിലങ്ങണിയിച്ച് തിരിച്ചയക്കുകയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക മാന്യമായി പരിഗണിക്കുമെന്നും സൈനിക വിമാനത്തിന് പകരം യാത്രാവിമാനം നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പഴയപടി തന്നെയാണ് അമേരിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരോട് പെരുമാറുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.